യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോഴാണെങ്കിൽ ഞാൻ ഒരു വളരെയധികം സന്തോഷ വാർത്തയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പം എന്താണെന്ന് ചിലവർക്കൊക്കെ അറിയായിരിക്കും. അപ്പം നമുക്ക് 10K ഫാമിലി ആയിക്കാണ് നമ്മൾ യൂട്യൂബ് ചാനൽ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ ഇഷ്ടമില്ല, എനിക്ക് 10K ഫാമിലി എന്ന് തന്നെ പറയാനാണ് ഇഷ്ടം. അപ്പം അതിന് വളരെയധികം സന്തോഷം കേട്ടോ. അപ്പോൾ 10Kയുടെ ഭാഗമായിട്ട് നമ്മൾ അമ്മേനും പിടിച്ചിട്ട് അമ്മ മോന്ത വീർപ്പിച്ചിട്ടായിരുന്നു, കലിപ്പ് ലുക്കിലായിരുന്നു ചെയ്യേണ്ടായിരുന്ന. ഭാഗത്തിന് കമന്റ് ബോക്സിൽ ആരും വന്നിട്ട് ട്രോളൊന്നും ചെയ്തില്ല. ഇപ്പൊ അമ്മ മനസ്സറിഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ വന്നേക്കണേ. അപ്പൊ നമുക്ക് ആ ലുക്ക് കണ്ടാലോ? അപ്പൊ നിങ്ങൾ നോക്കൂ കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ പുതിയ വീഡിയോസ് ആയി വരുന്നതായിരിക്കും. ബൈ. ഹലോ. അപ്പൊ ഞാനും അമ്മയും കൂടിയിട്ടുള്ള മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ അന്ന് മോന്ത വീർപ്പിച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. കാരണം ഞാൻ അമ്മേനെ കൊണ്ട് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്തതാണ്. ഇന്ന് അമ്മ എന്റെ മേക്കപ്പ് സ്കില്ലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ട് അമ്മ വന്നതാണ്. അല്ല അമ്മ, അമ്മക്ക് ഇഷ്ടമായില്ല അന്ന് ചെയ്ത് കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അവള് ആകെ പൗഡറൊക്കെ ആകെ കുറെ മുന്നൊക്കെ എന്നെ മേക്കപ്പ് ചെയ്യാൻ ഇവള് വിളിച്ചിരുത്താറുണ്ട്. എന്നിട്ട് ആകെ കോമാളിയാക്കി വിടാറുണ്ടത്. കാരണം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോ കുഴപ്പമില്ലാന്ന് തോന്നിയത് കാരണം ഞാനിപ്പോ ഇരുന്നു കണ്ട. അപ്പൊ നല്ല രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയണത്. കാരണം അമ്മയുടെ കുഴപ്പമില്ല പറഞ്ഞ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് മേക്കപ്പ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്കും കാണാമല്ലോ പുതിയ രീതിയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യണേന്നും. ഞാൻ വലിയ പ്രൊഫഷണലോ കാര്യങ്ങളൊന്നും അല്ല, എന്നാലും നമ്മൾ എങ്ങനെയാണ് സ്കിൻ പ്രെപ്പ് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണേന്ന് കാട്ടാട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാട്ടോ മേക്കപ്പ് ചെയ്യണേ ഈ പ്രാവശ്യം. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അമ്മ നല്ല രീതിയിൽ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് ഞങ്ങൾ ലിപ് ബാം മാത്രമായിട്ട് ഇട്ടിരിക്കുന്നത്. ടിൻറ്റഡ് ആയിട്ട് ലിപ് ബാമാണ്, അതാണ് ചുണ്ടുമ്പ കളറുള്ളത്. അപ്പോൾ വേറെ സംഭവങ്ങളൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കോസറക്സിൻ്റെ സ്നെയിൽ പവർ മ്യൂസിനാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ. ഒരു സ്കിൻ നല്ല സപ്പിളായിട്ട് നല്ല തുടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അമ്മയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നല്ല, നമുക്കറിയാലോ ഇതിന്റെ കൺസിസ്റ്റൻസി തന്നെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പൊ നല്ല രീതിയിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് സ്കിന്ന് നല്ല രീതിയിൽ കിട്ടും. മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാത്തിനും നമുക്ക് അടിപൊളിയായിട്ട് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. കണ്ണു പറഞ്ഞോ. ഇനി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ തന്നെ കാണാം നല്ല തിളക്കല്ലേ ഫേസിൽ, നല്ല സപ്പിളായിട്ടിരിക്കും. ഞാനും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കാം. ഇത് ഇത് നല്ല നമ്മൾ സ്നെയിൽ സെക്രീറ്റ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ഇത് അടിപൊളിയാണ്, കൊറിയൻ പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതെൻ്റെ റിലേറ്റീവ് യൂസ് ചെയ്യണ കണ്ടിട്ട്, അക്കച്ചി യൂസ് ചെയ്യണ കണ്ടിട്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയ്ക്ക് എന്താ തോന്നുന്നത് അപ്ലൈ ചെയ്തപ്പോ? ഇവള് മോന്റെ ബാബയുടെ ബർത്ത്ഡേ എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നു. അപ്പൊ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇടാട്ടെ ലാസ്റ്റ്. അപ്പൊ അതൊക്കെ ഇട്ടപ്പോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തപ്പോഴേ. അപ്പൊ എന്നിട്ട് ഇൻട്രൊഡക്ഷൻ അമ്മ പറയും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ല, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് മേക്കപ്പ്. അമ്മ ഒരു ടീച്ചറാട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ കോസറക്സിനെ സ്നെയിൽ പവർ മ്യൂസിനെ എസൻസ് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഇതിൽ ഞാൻ കുട്ടിയായിട്ട് ഞാൻ മേടിച്ചാട്ടോ, എനിക്ക് എപ്പോഴും പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അമ്മ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തോ കേട്ടോ. കഴുത്തിലും അപ്ലൈ ചെയ്തോ. അപ്പം ആദ്യമായിട്ടാണ് ഞാനും അമ്മയും കൂടിയിട്ട് ഒരുമിച്ച് മേക്കപ്പ് ചെയ്യണേ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണുമ്പോൾ അത് ഇഷ്ടമാവും. അപ്പം ഞാൻ എല്ലായിടത്തും കൂടിയിട്ട് സ്കിൻ പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ അടുത്തത് എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ ഇൻഡോർ ആയിരിക്കണോണ്ട് ഞങ്ങൾ അപ്ലൈ ചെയ്യണില്ല. എന്താ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചിട്ട് സൺസ്ക്രീൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളന്ന് ബീച്ചിൽ പോയിട്ട് നല്ല രീതിയിൽ ടാൻ അടിച്ചു, സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് പോലും. അപ്പോൾ ഉപയോഗിക്കാണ്ട് എൻ്റെ ഫേസ് എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞത് ആലോചിക്കണ്ടല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മളുടെ ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വിറ്റമിൻ സി സൺസ്ക്രീനാണ്. അടിപൊളി സൺസ്ക്രീൻ ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിപ്പോൾ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് ഞങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം.
അപ്പൊ നമ്മൾ സൺസ്ക്രീനിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഡയറക്റ്റ്ലി മേക്കപ്പിലേക്ക് പോവാണ്, ഞാൻ അമ്മയും കൂടിയിട്ട്. അപ്പൊ ഞാൻ ഇതെന്റെ മേക്കപ്പ് പൗച്ച് ആട്ടോ. അപ്പൊ മേക്കപ്പ് പൗച്ചിൽ എന്തൊക്കെ സംഭവങ്ങൾ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനെല്ലാം എൻ്റെ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് നോക്കിയോളൂ. ഇതെന്റെ മേക്കപ്പ് പൗച്ചിൽ നിറച്ച് മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളാണ്. അപ്പൊ ഇനി നമ്മൾ സ്കിൻ പ്രിപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുക്കാണ്. അവസാനം ഞങ്ങളുടെ ലുക്ക് മാറിയിട്ടൊരു വീഡിയോ ഉണ്ടാവും കേട്ടോ. ഇതല്ല ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ മാറി ഞാൻ അമ്മ അടിപൊളിയായിട്ട് വരണതായിരിക്കും. അമ്മ മുട്ടൊന്ന് ടൈ ചെയ്ത് വെക്കോ. ടൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ആവില്ല. ഇല്ലെങ്കിൽ ചില സമയത്ത് ഇവിടേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അപ്പം നമ്മളിങ്ങനെ ഞാൻ അമ്മയ്ക്ക് എപ്പോഴും അമ്മയ്ക്ക് അധികം ഈ ഫൗണ്ടേഷൻ ഇടുന്നത് ഇഷ്ടമില്ല. എനിക്കത് അമ്മ അധികം ഫൗണ്ടേഷനിൽ ഇരിക്കണത് കാണാൻ ഇഷ്ടമില്ല. അപ്പം ഞാൻ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇതൊരു നല്ലൊരു മാക്കിൻ്റെ ആണിത്. നല്ലൊരു ഫൗണ്ടേഷൻ ആട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫൗണ്ടേഷൻ എൻ്റെ സ്ഥിരം യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അറിയാം, ഞാൻ ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്യാറില്ല. വല്ല ഫംഗ്ഷനോ അങ്ങനത്തെ ഒക്കെ ഉള്ളപ്പോഴാണ് ഞാൻ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ ഞാൻ കൺസീലർ കൊണ്ടാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു ഫൗണ്ടേഷനാണ്. നമുക്ക് നല്ല എന്താ പറയുക, നല്ല ഫൈനൽ ലുക്ക്, നല്ല രീതിയിൽ നല്ല ഫിനിഷിങ് ഉള്ളൊരു ഫൗണ്ടേഷനാണ് ഇത്. നമ്മൾ കഴുത്തിലും അപ്ലൈ കഴുത്തിലമ്മൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇതാക്കിക്കോട്ടോ. കഴുത്തിലൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അമ്മയുടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അമ്മ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കൂടി ഒന്ന് തുടച്ചു. അപ്പോൾ ഇപ്പം അമ്മേനെ കാണുമ്പോൾ നിങ്ങൾ എന്തോന്ന് വിചാരിക്കും. പക്ഷെ അത് ബ്ലെൻഡ് ചെയ്ത് തന്നുമ്പോൾ അടിപൊളിയാവട്ടോ. അമ്മയുടെ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് സെറ്റാവുക. ഞാൻ ഒന്നും കൂടി തുടച്ചു തരാം. ഞാൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പം റെഡി ആയില്ലേ? എടുത്തത് ഇത്തിരി കൂടിപ്പോയി. ഞാൻ വെറ്റ് വൈപ്സ് കൊണ്ട് തുടക്കാം. അപ്പം ഒക്കെ എടുത്തിട്ടുണ്ട്. അമ്മ അപ്പോഴേക്കും അവരോട് സംസാരിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് മേക്കപ്പ് നോക്കാനല്ല പറഞ്ഞ, അവരോട് സംസാരിക്കാനാ പറഞ്ഞേ. അവള് പണ്ടൊക്കെ എന്നെ വിളിച്ച് മേക്കപ്പ് ചെയ്യാൻ ഇരുത്തും. എന്നിട്ട് ഫൗണ്ടേഷനൊക്കെ കൂടുതൽ ഇടിച്ച് ആകെ വൃത്തിയേടാവും. അത് കാരണം ഞാൻ സമ്മതിക്കാറില്ല. ഇപ്പൊ പക്ഷെ അവള് ഒന്ന് മേക്കപ്പ് ചെയ്തപ്പോൾ നല്ല ഭംഗി തോന്നി. അതാണ് ഞാൻ പിന്നെ ഇപ്പം ഇന്ന് സമ്മതിച്ചിട്ട് ഇരുന്ന് കൊടുത്തത്. അതന്നെ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം. അപ്പം നമ്മൾ നല്ല രീതിയിൽ ബ്ലെൻഡ് കേട്ടോ. അപ്പോൾ കണ്ടോ ഞാൻ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ എക്സസ് ആയിട്ടുള്ള തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടിഷ്യൂ എടുക്കാൻ പോയതായിരുന്നു കേട്ടോ. അപ്പം അമ്മയുടെ ജസ്റ്റ് ഞാൻ അമ്മയുടെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ടാൽക്കം പൗഡർ ആട്ടോ യൂസ് ചെയ്യാറ്. ഞാൻ എപ്പോഴും സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാറില്ല. കയ്യിൽ ഏതായിരിക്കണം ആ പൗഡറാണ് യൂസ് ചെയ്യണം. അപ്പം ഞാനിവിടെ നമ്മളുടെ ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ ഇത്ര സെറ്റ് ചെയ്യാൻ പോകണത്. ഇത് അമ്മ തന്നെ കുറച്ച് മതി. കുറച്ച് നമ്മൾ രണ്ടുപേരും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിൻ്റെ എവിടെയും. എല്ലാവരും ശീലാണ് ഇപ്പോഴും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കല്. അമ്മ ഇട്ട് കഴിഞ്ഞാ ടിഷ്യൂ എടുത്ത അപ്പൊ അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞത് നമുക്ക് 10K ഫാമിലി ആയിട്ടോ യൂട്യൂബില്. വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും കാരണമാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത് കേട്ടോ. അതും പറയാൻ മറന്നു ഞാൻ. അപ്പൊ നമ്മള് ഇത് സെറ്റായി, രണ്ടുപേരും സെറ്റായി. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മള് ഐയിലോട്ട് പോവാണ്. ഐയില് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്.
അപ്പം ഞാൻ അമ്മയ്ക്ക് ഐ ഷാഡോ ഒന്നും അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ല. പക്ഷെ നമ്മൾ വളരെ മിനിമം ലുക്കിൽ മിനിമം ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ഫേസ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലൈറ്റ് കളർ ഇതൊക്കെ അമ്മ മേടിച്ചു തന്നാ കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ. അപ്പോൾ വളരെ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ട അമ്മയുടെ സ്കിൻ ടോണിന് ചേരണ ഒരു ഐ ഷാഡോ. ഓവറും അല്ല, അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പം ലൂസ് ഇതേ റൂമിൽ നിന്ന് എണീച്ച് അപ്പം അച്ഛൻ വന്നാട്ടോ. ലൂസി വാവക്കുട്ടിയുടെ അടുത്ത് പോയി പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇപ്പം മേക്കപ്പ് കിറ്റ് ഞാൻ ഇടാൻ മറന്നു. ഞാൻ ഇതാക്കണ സമയത്ത് എനിക്ക് ഇടാനുള്ള മറന്നു. ഞാൻ ആ ഷെയ്ഡ് തന്നെയായിട്ട് ഇട്ട് കൊടുക്കണേ. ഞാൻ പിന്നെ വേറൊരു ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അമ്മ നല്ല തടി ഉണ്ടായിരുന്നു, മീൻസ് ഇത്രയ്ക്കല്ല. ഇപ്പം അമ്മ വെയിറ്റ് കുറഞ്ഞതാ. വാവേന നോക്കി അമ്മ ക്ഷീണിച്ചു. വാവേന നോക്കണതൊരു ടാസ്കാലോ. അപ്പോൾ ക്ഷീണിച്ചു. ഞാൻ പക്ഷെ തടി വെച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഐലൈനർ വേണ്ട, അമ്മയ്ക്ക് ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കട്ടോ. അമ്മ ഓൾറെഡി ലിപ് ബാം ഇട്ടിട്ട് നല്ല, നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളെ പറ്റിച്ച് ഞങ്ങൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അല്ല കേട്ടോ. നല്ല ടിൻറ്റഡ് ആയിട്ടുള്ളൊരു ലിപ് ബാം ആട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. അപ്പോൾ ലിപ് ബാമാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഐലൈനർ സ്റ്റുഡിയോത്തെ എനിക്ക് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ തീരാറായിന് നാട്ടിൽ പോകുമ്പോൾ വേണം മേടിക്കാൻ. സ്റ്റുഡിയോയിലത്തെ ഐലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അടിപൊളിയാണ്. ഇത് അമ്മ മേടിച്ചതാണ്, പക്ഷെ ഞാൻ ഇപ്പോൾ അത് എടുക്കണത് ലൈറ്റായിട്ട് അമ്മയ്ക്ക് കണ്ണെഴുതി കൊടുക്കാം കേട്ടോ. ഈ കണ്ണെഴുതി കൊടുക്കണ നേരം നമുക്ക് ബ്രോസ് ഒന്ന് ജസ്റ്റ് കണ്ണ് ഇതാക്കി വെച്ചോ. ബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അമ്മയുടെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ത്രെഡ് വേണം. എന്നെക്കാട്ടും കൂടുതൽ ഐബ്രോസ് വളരുന്നത് അമ്മയ്ക്കാട്ടോ. പെട്ടെന്ന് വളരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്മയ്ക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇല്ലാത്തടത്ത് മാത്രം അമ്മയ്ക്ക് നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ഉണ്ട്. ഇല്ലാത്തടത്ത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഐലൈനർ ചെയ്താട്ടോ. ഇഷ്ടായോ അമ്മോടാ? ഞാൻ പിന്നെ അമ്മയ്ക്ക് അടിയിൽ കണ്ണെഴുതുന്നത് തീരെ ഇഷ്ടമില്ല. ഞാൻ പക്ഷെ അടിയിൽ കണ്ണെഴുതു കേട്ടോ. ലൈറ്റായിട്ടാണ് ഇതാണ്. ഞാൻ പിന്നെ ഓൾറെഡി മൈക്രോ ബ്ലേഡിങ് ചെയ്തതുകൊണ്ട് ജസ്റ്റ് ബ്രഷാണ് ചെയ്യണേ. അപ്പോൾ മൈക്രോ ബ്ലേഡിങ്ങിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇട്ടിടാം. അപ്പോൾ പിന്നെ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയുടെ വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കണേ. അപ്പോൾ ആർക്കൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഞാൻ ഐബ്രോസും ചെയ്തു, അതുപോലെ തന്നെ കണ്ണു എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. ഈ കോസ്റ്റ്യൂമും കാര്യങ്ങളൊന്നും ഇട്ടിട്ടല്ല, ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ മേക്കപ്പ് ചെയ്ത് ഇടണം.
ബർത്ത്ഡേക്ക് നീ ഞാൻ സാരി എടുത്തപ്പോ നീ മേക്കപ്പ് ചെയ്തില്ലേ അത് ലാസ്റ്റ് അല്ല ആ സാരി അമ്മ ഉടുത്താ മതി. ഞാൻ ഈ സെയിം മേക്കപ്പ് തന്നെയല്ലേ ഇട്ടെ. അപ്പൊ അമ്മ ലാസ്റ്റ് സാരി എടുത്തിട്ട് ലുക്ക് കാട്ടുന്നതായിരിക്കട്ടെ ബർത്ത്ഡേക്ക്. അന്ന് എടുത്തത് മതി, ഇപ്പൊ സാരി എടുക്കണില്ല. അന്ന് എടുത്ത ഫോട്ടോ കാണിച്ചാൽ ഫോട്ടോ ആഡ് ചെയ്യാട്ടോ. അപ്പൊ ഞാൻ എന്താ പറയാ വന്നതെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങള് ഫിഷ് മാർക്കറ്റിലും അവിടേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ വീഡിയോയും കൂടി ഇതിൽ ഞങ്ങൾ ജോയിൻ ചെയ്യാട്ടോ. അപ്പം നിങ്ങൾക്ക് അതും കാണാമല്ലോ. അപ്പൊ നെക്സ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേളിങ് മസ്കാരയാണ്. ഹൈ ഇമ്പാക്ട് നല്ല മസ്കാര കേട്ടോ. ഞാൻ ഇത് ഇവിടുന്ന് മേടിച്ചതാണ്. നല്ല ബ്രാൻഡഡ് ആണോ കാര്യങ്ങളാണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അടിപൊളിയാണ് കണ്ണില് മസ്കാര. ഇതെന്താ ഇവിടെ നിന്ന് സംഭവിക്കണേന്നല്ല നിങ്ങൾ വിചാരിക്കണ്ട. നമ്മുടെ ലൂസി ഇവിടെ ഉണ്ട് കേട്ടോ. അവളപ്പോൾ ഓരോ കുറുമ്പ് കാട്ടണതാണ്. അപ്പോൾ അതേ ഞാൻ അമ്മയ്ക്കാണെങ്കിൽ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. കണ്ണ് തുറക്കമ്മ, ഇങ്ങനെ നോക്കുക. കണ്ണ് തുറക്കമ്മ. അപ്പൊ ഇത് അടിപൊളി മസ്കാര. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് ഫോൾസ് ലാഷസ് വെച്ച പോലത്തെ ലുക്കാണ്. അമ്മയ്ക്ക് നാണം വരുന്നു ഗൈസ്. നല്ല രസമുണ്ട്. കണ്ണ് തുറക്കൊന്നും ചെയ്യണത്, പക്ഷെ നല്ല ഭംഗിയാ. ഇഷ്ടമല്ല നോക്കിയപ്പോ തന്നെ എന്ത് ഡിഫറൻസ് അത് എനിക്ക് തന്നെ കാണുന്നുണ്ട്. എനിക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയാ കേട്ടോ. ഞാൻ എന്നെ പൊക്കി പറയണതല്ല, പക്ഷെ എനിക്ക് വീഡിയോസിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവാറുണ്ട്. ഇത് അടിപൊളിയാട്ടോ. ഞാൻ അടിയിലും പിന്നെ കോണ്ടോറിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും സിമ്പിളായിട്ടുള്ള പൊണ്ണു എണീച്ചുല്ലോ. അപ്പോൾ പൊണ്ണു ബാബീനെ അച്ചാച്ചൻ്റെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ മേക്കപ്പ് അവൻ ഉറക്കിയിട്ടാട്ടോ. അപ്പോൾ ഉറക്കിയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ആണെങ്കിൽ അവൻ കരയാണ് ശബ്ദം കേൾക്കണം. അപ്പോൾ മസ്കാര ഞങ്ങള് എനിക്ക് അമ്മയ്ക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അമ്മ ഇരിക്കില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ല പറഞ്ഞ്. അതെ അപ്പോൾ കണ്ട നമ്മൾ മസ്കാര ചെയ്തപ്പോൾ തന്നെ കണ്ണ് നല്ല വിടർന്ന് ഒരു പ്രത്യേക ലുക്കാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ വായോ, അമ്മ പൊണ്ണു ബാബീനെ നോക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ലിപ് ലൈനറാണ് യൂസ് ചെയ്യണേ. ഇതെൻ്റെ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഒരു കൊല്ലത്തിന് മുന്നേ മേടിച്ചിട്ടുള്ള ഐബ്രോ ആണ്. അടിപൊളിയാണ്. ഇത് ഏതാ ബ്രാൻഡൊന്നും എനിക്കറിയില്ല. അത്യാവശ്യം ലാക്മേയുടെ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഐബ്രോ പെൻസിലാണ്. അടിപൊളിയാട്ടോ. അതിൻ്റെ ആണെങ്കിൽ കളറാണെങ്കിൽ ഒരു ലൈറ്റ് കളറാണ്, ബ്ലാക്ക് കട്ട ജെറ്റ് ബ്ലാക്ക് അല്ല. അപ്പോൾ നാച്ചുറൽ ലുക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ മൈക്രോ ബ്ലേഡിങ് ചെയ്യണക്കാട്ടും മുന്നൊക്കെ ഞാൻ ഇതാട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് അടിപൊളിയാട്ടോ. അപ്പോൾ ഇനി നമ്മൾ ലിപ്പ് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാണ്. എനിക്ക് അമ്മയ്ക്കും വേറെ വേറെ ഷെയ്ഡ് ലിപ്സ്റ്റിക് ആട്ടോ ചേരുള്ളൂ. ഒരേ ഷെയ്ഡ് ഞങ്ങൾക്ക് തീരെ ചേരില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അമ്മയുടെ ചേരണ ലിപ്സ്റ്റിക്ക് ഞാൻ ഇവിടെ അമ്മ അതാണ് അമ്മയുടെ ചേരണ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും അമ്മ ജസ്റ്റ് ഇത്തിരി ടച്ച് ചെയ്യളോ, എന്നിട്ട് ബ്ലെൻഡ് ചെയ്തോ. ഓവറായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറില്ല അമ്മയ്ക്ക്. ഒരു കളർ ബാറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ഇനി ഞാൻ ലിപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഏതിൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ കേട്ടോ.
ഇവിടെ എന്താ മേളെന്ന് ഞാൻ നിങ്ങക്ക് കാട്ടിത്തരാട്ടോ. ഒരു മിനിറ്റ്. ഇവിടെ ആണെങ്കിൽ ലൂസി ബാബി പൊണ്ണൂന് വെച്ചിട്ടുള്ള ഇതാട്ടോ. അപ്പൊ പൊണ്ണൂന്റെ സാധനങ്ങളൊക്കെ അവളുടെ ആലോ. അപ്പൊ അവളാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര കളിയും സംഭവങ്ങളാണ്. അതാണ് ഈ സൗണ്ട് കാര്യങ്ങളൊക്കെ, ബോള് പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവളാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കാണ്. അപ്പൊ ഞാൻ ലിപ് ലൈനർ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോഴും ഇത് അമ്മ എനിക്ക് മേടിച്ചു തന്നാണ്, ഡാസ്ലറിൻ്റെ ആണ്. അമ്മ മേടിച്ചു തന്ന ഷെയ്ഡാണ് ഇപ്പം ഞാനാണ് യൂസ് ചെയ്യണേ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡ്. അമ്മ എവിടെ ഇരുന്നോ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാട്ടോ. അപ്പം അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞു. ഞാൻ ഇത് ചെയ്യാൻ ഉണ്ണി എണീച്ച് അച്ഛനെ നോക്കുന്നില്ലേ? അപ്പൊ അമ്മയുടെ ഇത് കഴിഞ്ഞു. ഇനി അമ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് പൊണ്ണു കറിയാട്ടോ. ഇപ്പൊ ഞങ്ങൾ വരാം. ഇനി ഞാനൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഐ ഷാഡോ ഷെയ്ഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാണ് മൂക്കിൻ്റെ അവിടെ കേട്ടോ. എവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു അടിപൊളി സംഭവം എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുള്ളതാട്ടോ, നമ്മുടെ കൺസീലർ എടുക്കുക. ഇത് അമ്മ വരുമ്പോഴും അമ്മയ്ക്കും ചെയ്ത് കൊടുക്കണം. കൺസീലർ ലൈറ്റായിട്ട് എടുത്തിട്ട് പുരുകത്തിന് ഒരു ഷേപ്പ് പോലെ കൊടുക്കാനാട്ടോ. ജസ്റ്റ് ഒന്ന് ഡോട്ട് 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 ഇട്ട് കൊടുക്കുക. എന്നിട്ടിങ്ങനെ അപ്പോൾ പുരുക നല്ല ഡിഫൈനായിട്ട് നല്ല ലുക്കായിട്ട് കിട്ടണ പോലെ കിട്ടും. കണ്ടോ ഡിഫറൻസ് കണ്ടില്ലേ? ഇതുപോലെ വിടുക. ഇതുപോലെയും ചെയ്യാം. ഇനി അമ്മയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് വേണ്ട, എന്നെ വേഗം മേക്കപ്പ് ചെയ്ത് വിട്ടോ. അമ്മേനെ നമ്മൾ വേഗം മേക്കപ്പ് ചെയ്യാട്ടോ. വാക്കുട്ടി അവിടെ ഇതാക്കണ്ട്. അപ്പം അമ്മ പൊട്ടുകുത്തിന് അമ്മ നമ്മള് കോസ്റ്റ്യൂം മാറിയിട്ട് അമ്മ ഇപ്പൊ വരും കേട്ടോ. സിന്ദൂര തൊട്ടു. ക്ലിപ്പിട ഇതിങ്ങനെ ഇട്ടാൽ മതി. അമ്മ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അമ്മ ഇപ്പോ വരും കേട്ടോ. അപ്പൊ ഞാനാണ് പൊട്ട് കുത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും മേക്കപ്പ് ലുക്ക് കാട്ടിത്തരാം. ഇനി ഞങ്ങള് ഡ്രസ് ചെയ്തിട്ട് ഉള്ളത് ഇപ്പൊ കാട്ടിത്തരാം കേട്ടോ. വാവേനൊക്കെ സമാധാനിപ്പിച്ച് അപ്പൊ ഇതാട്ടോ ഞങ്ങൾ രണ്ടുപേരും മേക്കപ്പ് ലുക്ക് പറയുകയാണെങ്കിൽ. ഇനി ഞങ്ങൾ കോസ്റ്റ്യൂം മാറിയിട്ട് ഇപ്പൊ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞങ്ങൾ കോസ്റ്റ്യൂം ഒക്കെ മാറി വന്നു കേട്ടോ. ഇനി ഞാൻ ഹെയർ സ്റ്റൈലാണ്. അമ്മ ഹെയർ സ്റ്റൈല് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇരിയിട്ട് ഒരു ക്ലിപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ അമ്മയുടെ ഹെയർ സ്റ്റൈൽ. അമ്മ ചുള്ളെത്തിയാലോ? അമ്മയ്ക്ക് എങ്ങനെ ഇഷ്ടം? മേക്കപ്പ് ഇഷ്ടമായോ? ലാസ്റ്റ് പറയാം. ഞാൻ അപ്പോഴേക്കും എൻ്റെ ഹെയർ സ്റ്റൈല് ഞാൻ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കണ ഹെയർ സ്റ്റൈലാണ് ചെയ്യണേ. ഭയങ്കര എളുപ്പാട്ടോ. ജസ്റ്റ് നമ്മള് ഞാൻ യൂഷ്വലി എപ്പോഴും ചെയ്യാറുള്ള ലുക്കാണ്. ഇപ്പം എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ അറിയാം എൻ്റെ ഈ മേക്കപ്പ് ലുക്ക്. അല്ല മേക്കപ്പ് ലുക്ക് അല്ല, സോറി, ഹെയർ സ്റ്റൈൽ. ട്വിസ്റ്റ് അതാട്ടോ. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാരി ഒക്കെ എടുക്കുമ്പോൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാറ് കേട്ടോ. പാട്ടൊന്നും പാടുന്നില്ല ഗായ്സ്, ചിലപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം വരും. അപ്പോൾ
ഇതാട്ടോ എൻ്റെ ഹെയർ സ്റ്റൈല്. ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക ഇങ്ങനെ എടുക്കുക. അമ്മ വാ അമ്മ. അപ്പോൾ ഞാൻ ചെയ്തു. ഞാൻ എപ്പോഴും ചെയ്യണ ഒരു കാര്യമാണ്, നിങ്ങൾക്കൊരു ടിപ്പായിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണ് നല്ല വിടർന്നിരിക്കണ പോലെ തോന്നും കേട്ടോ. ഒരു ടിപ്പാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അതിന് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ദേ അമ്മ മേക്കപ്പ് ചെയ്ത്, എനിക്ക് തോന്നുന്നു അമ്മേനെ കാര്യം കൂടുതൽ സുന്ദരിയെന്ന് കേട്ടോ. അമ്മ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അമ്മയ്ക്ക് എന്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്, ഇഷ്ടായോ ഇല്ലേ, എന്താണ് അഭിപ്രായം? എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പൊ അവള് മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു. പണ്ടൊന്നും അങ്ങനെ അറിയണ്ടായിരുന്നില്ല, ഇപ്പൊ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ ബർത്ത്ഡേക്ക് അവള് നന്നായി മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോ ഇട്ടോളൂ ടച്ചിനോ സാരി. ഈ പറ്റാണെങ്കിൽ ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഈ സംസാരിക്കണതിന്റെ അടിയിൽ ജസ്റ്റ് ഒരു ക്ലിപ്പായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ അമ്മ ഹാപ്പി ആയില്ല. അമ്മ എന്തിട്ടാണ് എനിക്ക് 10K ഫാമിലി ആയി. അമ്മ എന്താണ് പറയാ അവരോട്? വളരെ സന്തോഷമായി. എന്താ കാരണം എന്ന് വെച്ചാൽ 6 മാസമായിട്ടുള്ള ഇവള് തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇവൾക്ക് 10K എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. നല്ലതായിട്ട് എഫേർട്ട് എടുക്കണ്ട അവള്. ഞാൻ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞ് അവള് നിർത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ അവള് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ടാലന്റ് ഉണ്ട്. മുമ്പ് അവള് ഇതിലൊക്കെ റീൽസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ നിർത്തി. അതേപോലെ ഇത് നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായി എനിക്കിപ്പോൾ. അതുപോലെ മേക്കപ്പ് ചെയ്യാനും എല്ലാത്തിനും പഠിച്ചു. പിന്നാണ് വാവുക്കുട്ടി ഉള്ളപ്പോൾ മീൻസ് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഇരുന്ന് ചെയ്യാറുണ്ട്. ഡെയിലി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് യൂട്യൂബ് എൻ്റെ ഒരു ഫാമിലി പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ വീഡിയോ ഇടണതിന് ഓരോരുത്തർ പ്രോത്സാഹനവും അതെന്നെ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഇനി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ പുറത്ത് പോണ വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ ജസ്റ്റ് അതും കൂടി കണ്ടു നോക്കി എന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാം കൂടിയിട്ട് കൊളാബ് ചെയ്തിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതിപ്പോൾ വാവുക്കുട്ടി ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് വന്നിട്ടുണ്ട്. വാവുക്കുട്ടി അല്ല കേട്ടോ വരണേ. ആദ്യം വാവുക്കുട്ടിയും വരുന്നുണ്ട്. വാവുക്കുട്ടീനെ ഇപ്പൊ കാട്ടിത്തരാം. വാവുക്കുട്ടി ഇല്ലാണ്ട് എന്താ ആഘോഷമല്ലേ. അപ്പൊ ദേ വാവുക്കുട്ടീനെ അമ്മ ഇപ്പൊ എടുത്തുകൊണ്ടുവരും. പൊന്നു ബാബി, ഞാൻ പൊന്നു എന്നാട്ട് വിളിക്കാം. അപ്പൊ അമ്മ പറയുന്നത് എനിക്ക് പൊന്നു എന്ന് പറയാൻ അറിയാത്തോണ്ടാണ്. അതൊന്നല്ല. അമ്മയുടെ വീഡിയോയിലേക്കല്ലേ. പൊന്നു ബാബി ഉറക്കണിച്ചത് ഇപ്പൊ വന്നല്ലോ കേട്ടോ. അതാണ് ക്ഷീണം. അപ്പൊ നമ്മുടെ പൊന്നു ബാബി വന്നിട്ടുണ്ട്. കുക്കുടാണ് പൊന്നു ബാബി. അല്ല കുക്കുടല്ലേ നീ? എന്താണ് അമ്മയുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനില്ലേ? സബ്സ്ക്രൈബ് ഗൈസ് പറ. പൊണ്ണൊന്നും പറയില്ല. പൊണ്ണു ഇരിക്കാട്ടോ. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പൊ ആ വീഡിയോ കൊണ്ട് ക്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വേറെ ദിവസമാണ് ഞങ്ങൾ പോയേ. അപ്പം ഞങ്ങളാണെങ്കിൽ ദുബായിലുള്ള ഡയറിയിലേക്കാണ് പോയിക്കണേ. ഞങ്ങളാണെങ്കിൽ ഇതുവരെയായിട്ട് അവിടുത്തെ ഫിഷ് മാർക്കറ്റോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച സാധാ ഒരു ഫിഷ് മാർക്കറ്റാവുന്നു. പക്ഷെ നോക്കിയപ്പോൾ ആണെങ്കിൽ ഒരു മോളിൽ ഫുള്ള് എന്താ പറയുക വെറൈറ്റി ഫിഷസും അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് നിറച്ച് മീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് മീൻമുട്ട കേട്ടോ. അപ്പം ഞാൻ മീൻമുട്ടയൊക്കെ കണ്ടു. അപ്പം പല വെറൈറ്റിയിലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനും ആവോലും കൂന്തളും അതുപോലെ തന്നെ പല വെറൈറ്റിയിലുള്ള ഞണ്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ അവിടുന്ന് കുറച്ച് ഇതൊക്കെ മേടിച്ചു. ഞങ്ങള് ചെമ്മീൻ മേടിച്ചു. അതുപോലെ തന്നെ ആവോലി, കിങ് ഫിഷ്, അതൊക്കെയാണ് ഞങ്ങൾ ഫിഷിന്റെ നത്തോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിമീൻ, അതൊക്കെയാട്ടോ ഞങ്ങള് ഫിഷിന്റെ ഐറ്റംസ് നിന്ന് മേടിച്ച. ഇതാണെങ്കിൽ വലിയ ഞണ്ടാട്ടോ, ഭയങ്കര വലുപ്പമുള്ള ചക്ക ഞണ്ടാണ്. അപ്പൊ ഇതാട്ടോ ഞങ്ങൾ മേടിച്ചത്. കൊഴുവിയാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ ഇത് വലിയൊരു സ്ക്യുഡ് അല്ല, ഇതിനെന്താ പറയാ, അതിനറിയണോ? ഒരു ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാട്ടോ. ഞാൻ എന്റെ പേര് മറന്നു. പിന്നെ കക്ക പോലെ. പിന്നെ ഈ മീനാട്ടോ ഞങ്ങൾ മേടിച്ച കിങ് ഫിഷ്. അപ്പൊ ഇതൊക്കെ ഫ്രഷ് ആയിട്ട് നമുക്ക് നല്ല എന്താ പറയുക ചെകളൊക്കെ പൊളിച്ചിട്ടാണ് അവിടെ വെച്ചേക്കണേ. അപ്പൊ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആണ്. അപ്പോൾ അതൊക്കെ കുറേ ഫിഷും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ മീറ്റിന്റെ അവിടെ പോയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മട്ടന്റെ ലിവറും മേടിച്ചു, മട്ടനും മേടിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ അവിടെ ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഇരിക്കട്ടെ. ഇതാട്ടോ മട്ടന്റെ സെക്ഷൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മീറ്റിന്റെ അവിടെ നിന്ന് പോയിട്ട് കുറച്ച് അതൊക്കെ മേടിച്ചു. അപ്പൊ ഇതാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ
കട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഫിഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട് കേട്ടോ. ഫിഷ് നമുക്ക് മേടിച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് തരും. ഇത് ഞങ്ങൾ ലിവർ മേടിച്ചതാട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിച്ചു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് ഓറഞ്ച്. അതുപോലെ തന്നെ ഓറഞ്ച്, കുക്കുംബർ, സ്ട്രോബെറി, മാങ്ങ പറയേ വേണ്ട, നല്ല പഴുത്തിട്ടുള്ള അടിപൊളി മാങ്ങ കിട്ടിട്ടോ. പിന്നെ ഞങ്ങൾ ഗെയിമൊക്കെ കളിച്ചു. അപ്പൊ ഏട്ടനാണെങ്കിൽ കളിച്ചപ്പോൾ കിട്ടുമൊന്നുമില്ല. അച്ഛനമ്മയ്ക്കാണെങ്കിൽ അച്ഛൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനും പറ്റിയില്ല. അച്ഛനമ്മ കളിച്ചപ്പോഴാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഓരോ ടോയ്സ് കിട്ടിയിട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ടോയ്സ് ആയിരുന്നു. ഇതിനാണെങ്കിൽ ഗെയിം കളിക്കണേന് 5 ദിർഹംസ് ആയിരുന്നു കേട്ടോ ഓരോ കളിക്കും. അപ്പൊ ഞങ്ങൾ കളിച്ചിട്ട് ഞാൻ കളിച്ചപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പൊ അച്ഛനും അമ്മയും കളിച്ചപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടോ. അപ്പൊ ഞാൻ അമ്മയുടെ മാത്രം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അച്ഛൻ്റെ പെട്ടെന്ന് ആ എക്സൈറ്റ്മെന്റിലേക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാനാണെങ്കിൽ എനിക്കിത് ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കണ, എനിക്ക് കിട്ടിയില്ല കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഇതാക്കിയപ്പോഴേക്കും അമ്മയ്ക്കൊരു ടോയ് കിട്ടി. നമുക്കിത് ഒരു പ്രത്യേക സന്തോഷാട്ടോ. ഇങ്ങനെ ടോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക സന്തോഷമാണ്. അമ്മയ്ക്ക് ഇത് ഈ വലിയ ടോയിനാട്ടോ കിട്ടിയേക്ക്. ഇതിനെ ഭയങ്കര ഇഷ്ടമായി. അത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ടോയ് ആട്ടോ. അപ്പൊ അച്ഛന് ഇത് അമ്മയ്ക്ക് കിട്ടിയത് തന്നെയാണ്. അച്ഛനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ. അപ്പൊ ഞങ്ങൾ ഇനി നേരെ എങ്ങോട്ടാ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോണേ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ആദ്യം നമുക്ക് വെജീസൊക്കെയാണ് കിട്ടിയത്. നമുക്ക് കുക്കുംബറും അതുപോലെ തന്നെ ഓണിയനൊക്കെ കിട്ടി. പിന്നെ ചിക്കൻ കബാബ്, അതുപോലെ തന്നെ മട്ടൻ കറി, ബിരിയാണി, ചിക്കൻ ബിരിയാണി, അതൊക്കെയാണ്. നമ്മളുടെ ചിക്കൻ കബാബ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡും ബിരിയാണിയും ഒക്കെ, റൈസും ചിക്കനും ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വാക്കുട്ടിയാണെങ്കിൽ അവിടെ നിന്നിട്ട് റൊട്ടി കഴിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഓൺ ദ വേ വരണ വഴിയിൽ നമ്മൾ ദുബായ് ഫ്രെയിം കണ്ടു കേട്ടോ. അപ്പൊ ദുബായ് ഫ്രെയിം എനിക്ക് എപ്പോഴും പോകുമ്പോൾ വീഡിയോ ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങളാണെങ്കിൽ വീട്ടിലെത്തിയപ്പോൾ ലൂസി ആണെങ്കിൽ ഓടിപ്പാഞ്ഞ് പെടഞ്ഞെത്തും എന്നാണ് വിചാരിച്ചത്. ലൂസി ആണെങ്കിൽ വഴക്കിട്ടിട്ട് അവിടെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. മ്യാവ് പറഞ്ഞിട്ട് ഇരിക്കണ്ടായിരുന്നു. പിന്നെ ലൂസിക്കാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കുറച്ച് ഡ്രസ്സും അതുപോലെ തന്നെ അവൾക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ, അവൾക്കും സന്തോഷമാവണ്ടേ. പിന്നെ കുറച്ച് ട്രീറ്റ്സും ഒക്കെ അവൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടോയ് അവൾക്ക് എന്ത് ജീവനാന്നറിയോ. അതാണെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം കേൾക്കൂട്ടോ. എലി കരയണ പോലെ തന്നെ ഒരു ശബ്ദമാണ്. ഞാൻ എലി കരയണമൊന്നും കണ്ടിട്ടില്ല. ഒരു എലിയുടെ ശബ്ദമുള്ള ഒരു ടോയ് ആട്ടോ. അത് എലിയല്ല, പോർക്യുപൈനാന്ന് തോന്നുന്നു. നമ്മളുടെ പോർക്യുപൈൻ എന്താ പറയാ, മുള്ളമ്മന്നിയാന്ന് തോന്നുന്നു കേട്ടോ ആ ടോയ്. അപ്പൊ ഞാനാണ് അത് സെലക്ട് ചെയ്തത്. അപ്പൊ അവളാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണ്